മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ, മമ്മൂട്ടിയോ മോഹൻലാലോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യവുമില്ല. സത്യത്തിൽ മമ്മൂട്ടിയെയും ലാലേട്ടനെയും കമ്പയർ ചെയ്യാൻ നമ്മൾ ആരെങ്കിലുമാണോ, എന്തെങ്കിലുമാണോ? അല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എങ്കിലും ഒരു സിനിമയിലെ ഇവരുടെ പ്രകടനം മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്കുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയുടെ അഭിമാന സ്തംഭങ്ങളാണ്. മലയാള സിനിമയെ കൈപ്പിടിച്ചുയർത്തുകയും ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചതിനും മമ്മൂട്ടിക്കും മോഹൻലാലിനുള്ള പങ്ക് വളരെ വലുതാണ്. ഈ രണ്ട് മഹാമേരുക്കളുടെ ചിറകിലേന്തിയാണ് മലയാള സിനിമ കഴിഞ്ഞ 40 വർഷമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിക്കും മോഹൻലാലിനും അവരുടേതായ അഭിനയ ശൈലിയുണ്ട്. ഇവർ രണ്ടുപേരും എത്രയോ തവണ അവരുടെ അഭിനയ മികവിലൂടെ നമ്മെ അതിശയിപ്പിച്ചിരിക്കുന്നു. മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ബോൺ ആക്ടറാണ്. മമ്മൂട്ടി കഠിനാധ്വാനത്തിലൂടെയാണ് അത് നേടിയെടുത്തത്. പല പ്രമുഖ വ്യക്തികളും അഭിപ്രായപ്പെട്ടത് നമ്മൾ കേട്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്ന വിമർശനങ്ങൾ മോഹൻലാൽ പഴയതുപോലെ ശോഭിക്കുന്നില്ല എന്നാണ്. ഞാൻ ബേസിക്കലി ഒരു ഹാർഡ് കോർ മോഹൻലാൽ ഫാനാണ്. എങ്കിലും എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇത് ഒരു പരിധിവരെ ശരിയാണ്. എന്തുകൊണ്ടോ, ഒരു പക്ഷേ സൗഹൃദത്തിൻ്റെ പേരിൽ സിനിമ സെലക്ട് ചെയ്യുന്നതുകൊണ്ടോ സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ പാളിച്ചകൾ വരുന്നതുകൊണ്ടോ ആകാം. മറുഭാഗത്ത് മമ്മൂട്ടിയാകട്ടെ തൻ്റെ പ്രായത്തെക്കുറിച്ചുള്ള ബോധവും തനിക്കിനി ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവിൽ ഏത് ന്യൂജൻ സംവിധായകരാകട്ടെ വില്ലൻ റോളാകട്ടെ മികച്ച ക്യാരക്ടറാണെന്നും വ്യത്യസ്തത ഉണ്ടെന്നും മനസ്സിലാക്കിയാൽ ഒരു പേടിയും മടിയും കൂടാതെ അത് ചൂസ് ചെയ്യുന്നു. ഇത്തരത്തിലൊരു ധൈര്യവും തൻ്റെ ഇടവും മോഹൻലാലും കാണിച്ചാലേ അദ്ദേഹത്തെ പഴയ ലാലേട്ടനായി നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ലാലേട്ടൻ്റെ ഇനി വരുന്ന പ്രോജക്റ്റുകൾ പ്രതീക്ഷയർപ്പിക്കുന്നതാണ്. ഒരു ലാലേട്ടൻ പ്രേമി എന്ന നിലയിൽ അതിനായി കാത്തിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. താങ്ക് യു ഗൈസ്.